നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് രേവതിക്കുട്ടി മുത്തശ്ശിയെ വിളിച്ച് സംസാരിക്കണ സമയത്ത് മുത്തശ്ശിയോട് രേവതിക്കുട്ടി ചോദിച്ചു, അല്ല മുത്തശ്ശി എവിടെ? കൊല്ലപ്പള്ളി വീട്ടിലാണോ? അതെ, ഭായിജ എന്നോട് ചെയ്ത് ചതിയാ. ആ അതെ, അമ്മയുടെ മോള് അമ്മയെ മാത്രമല്ല ചതിച്ചത്, പിന്നെയോ അലീന ചേച്ചിയും ചതിച്ചില്ലേ? അലീനയെ ചതിച്ചെന്ന് എങ്ങനെ? അല്ല, ആങ്ങളമാരെ വിളിച്ചോണ്ട് വന്ന് വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടില്ലേ? അതുമാത്രമല്ല, ബാലേന്ദ്രൻ സാറിനെ ചതിച്ചില്ലെന്ന് ചോദിക്കുകയാണ്. ബാലേന്ദ്രനെ ചതിച്ചെന്നോ? എൻ്റെ ഭഗവാനെ, ഞാൻ എന്തൊക്കെ കേൾക്കണം? എനിക്കിതൊന്നും കേൾക്കാൻ പറ്റില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ വിലപിക്കുകയാണ്. ആ സമയത്ത് മുത്തശ്ശി പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, നീ ഇനിയിപ്പോൾ ഈ ഫോണിലേക്ക് വിളിക്കണ്ട, നീ കടപ്പാട്ടൂർക്ക് വിളിക്കുക എന്ന് പറഞ്ഞു. അല്ല, കടപ്പാട്ടൂർക്ക് ഞാൻ എങ്ങനെ വിളിക്കാനാ? മുത്തശ്ശി ഫോണും കൊണ്ട് ഇങ്ങോട്ടേക്ക് പോകുന്നില്ലേ, പിന്നെ ഞാൻ എങ്ങനെ വിളിക്കാനാ? അതിനിത് എൻ്റെ ഫോണല്ലേ? ആ, ഈ ഫോൺ മനുവേട്ടൻ വാങ്ങി തന്നല്ലേ? അതെ, അത് അവനെ മനുമോനെ എനിക്ക് വേണ്ടി വാങ്ങിത്തന്ന എന്ന് മുത്തശ്ശിയോട് ആര് പറഞ്ഞു? ഇത് മുത്തശ്ശിക്കോ അലീന ചേച്ചിക്കോ ആയിട്ട് വാങ്ങിത്തന്ന. അലീന ചേച്ചിയും കൂടെ വിളിക്കാനായിട്ടായിരുന്നു. അല്ല, എന്നിട്ട് അവൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലോ. മുത്തശ്ശി, ചില കാര്യങ്ങൾ നമ്മൾ കണ്ടു മനസ്സിലാക്കണ്ട. മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ അലീന ചേച്ചി മനസ്സിലാക്കിയിരിക്കുന്നത് മുത്തശ്ശിയോട് ചോദിച്ചിട്ടാണോ? അല്ലല്ലോ. കുറെ കാര്യങ്ങളൊക്കെ അലീന ചേച്ചി സ്വന്തമായിട്ട് മനസ്സിലാക്കി എടുത്തല്ലേ? അതുപോലെ തന്നെ വേണം മുത്തശ്ശിയും പെരുമാറാനായിട്ട്. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, ഇനി ഞാൻ ചെന്ന് കഴിയുമ്പോൾ ഞാൻ കൊടുക്കാന്ന് പറയാണ്. പിന്നീട് പറഞ്ഞു, അല്ല മുത്തശ്ശിക്ക് ഇവിടെ സുഖമാണോ? എൻ്റെ പൊന്നോ, അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്ന ഭേദം. അവിടെയാണെങ്കിൽ ആ അലീന കൊച്ചെന്നെ എത്ര നല്ല ഭംഗിക്കാൻ നോക്കിക്കൊണ്ടിരുന്നേ. വയസ്സും പ്രായമായി കഴിഞ്ഞാൽ ഇവിടെ ആർക്കും വേണ്ട, എന്നെ ഒരു മൂലയ്ക്ക് കൊണ്ട് ഇട്ടിരിക്കുക. എത്രയും പെട്ടെന്നൊന്ന് മരിച്ചു കിട്ടിയാൽ മാത്രം മതി എന്നൊരു ചിന്തയേ ഉള്ളൂ എനിക്കിപ്പം. അല്ലെങ്കിലും വയസ്സായ ആൾക്കാരെയൊക്കെ ആർക്കെങ്കിലും വേണോ? അത് കേട്ടപ്പം ദേവതിക്കുട്ടി പറഞ്ഞു, മുത്തശ്ശി വിഷമിക്കൊന്നും വേണ്ട. അലീന ചേച്ചി കടപ്പാട്ട് വീട്ടിലുണ്ടല്ലോ, അലീന ചേച്ചി ഒരിക്കലും മുത്തശ്ശിയെ മറക്കാനൊന്നും പോകുന്നില്ല കേട്ടോ. ഉറപ്പായിട്ടും മുത്തശ്ശിയെ കൂട്ടിക്കൊണ്ട് പോവുക തന്നെ ചെയ്യും എന്ന് രേവതിക്കുട്ടി മുത്തശ്ശിക്ക് ഉറപ്പ് കൊടുത്തിട്ടാണ് അങ്ങനെ കോള് കട്ട് ചെയ്തിരുന്നത്. അതേസമയം അലീന ബാലേന്ദ്രനുള്ള ഫുഡൊക്കെ ആയിട്ട് മുകളിലേക്ക് കയറി വരുവാണ്. ആ സമയം ബാലേന്ദ്രൻ ഷേവൊക്കെ ചെയ്ത് അങ്ങനെ വാഷ്റൂമിലായിരുന്നു. അങ്ങനെ അലീന അകത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അതെ അച്ഛാ, അച്ഛനെ ഞാൻ ഈ ആഹാരമായിട്ട് വരുന്ന സമയത്ത് കതവ് തുറന്നു തന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അത് പിന്നെ മോളെ ഞാനേ ഷേവ് ചെയ്യുമായിരുന്നു, അതുകൊണ്ടാ എന്ന് പറഞ്ഞു. അങ്ങനെ ആഹാരമൊക്കെ അവിടെ വെച്ചു. ഈ സമയത്ത് അലീന ചോദിച്ചു, അല്ല അച്ഛന് താഴെ വന്ന് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിച്ചുകൂടെ? അതെന്താ ഇങ്ങോട്ടേക്ക് ഫുഡുമായിട്ട് കയറി വരുന്ന ബുദ്ധിമുട്ടായോ? അതല്ല, താഴെ വന്നിരുന്ന് കഴിക്കുവാണെങ്കിൽ ഇത് കുട്ടികളെയൊക്കെ കണ്ട് അവരോടൊക്കെ സംസാരിച്ചിരുന്ന് കഴിക്കാമല്ലോ. ഇവിടെ ഇങ്ങനെ ഗുമ്മെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിക്കേണ്ട കാര്യമില്ലല്ലോ. അതോ, ഞാൻ താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വൈജയുടെ മുഖം കണ്ടുവരും. എനിക്ക് ഇച്ചിരി ആത്മാഭിമാനം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് മാത്രം ഞാൻ താഴേക്ക് വരാത്തെന്ന് പറയണം. അത് കേട്ടപ്പോൾ അലീന പിന്നെ ഒന്നും മിണ്ടിയില്ല. പിന്നീട് ബാലേന്ദ്രൻ അങ്ങനെ കഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് അലീന ഇടിച്ചു, നീ കഴിച്ചോ? ഇല്ല, ഞാൻ കഴിച്ചില്ല എന്ന് പറയണ. അതെ, ഇനി കഴിക്കാൻ താമസിക്കണ്ട, പോയി കഴിക്കണം എന്ന് പറയണ. അങ്ങനെ ബാലേന്ദ്രൻ കഴിക്കാനായിട്ട് ഉരുള എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അലീന ഇങ്ങനെ വായും തുറന്നുകൊണ്ട് അങ്ങ് ചെന്നു. അപ്പോഴേക്കും ബാലേന്ദ്രൻ്റെ വായിലേക്ക് ഉരുള ചോറ് വെച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, കൊച്ചുകുട്ടിയാന്ന് എപ്പോഴും വിചാരം, കെട്ടിക്കാൻ പ്രായമായ പെണ്ണാ ഇത്, ഇപ്പോഴും കൊഞ്ചല് മാറിയിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് വെറുതെ തമാശയ്ക്ക് ചെവിയെ പിടിച്ചിട്ട് കിഴുക്ക് കൊടുക്കുകയാണ്. ആ സമയം അലീന പറഞ്ഞു, അതെ അച്ഛാ, അച്ഛൻ്റെ ഫോൺ എനിക്കൊന്ന് തരാവോ? എന്തിനാ? രേവതിക്കുട്ടി ഒന്ന് വിളിക്കാനാ, കുറേ ദിവസമായി വിളിച്ചിട്ട് അവളുടെ ഒരു വിവരം അറിയത്തില്ല എന്ന് പറഞ്ഞു. അതിനെന്താ എന്നും പറഞ്ഞ് ബാലേന്ദ്രൻ തന്നെ ഫോൺ എടുത്തിട്ട് രേവതിക്കുട്ടിയെ ഡയൽ ചെയ്ത് അങ്ങോട്ടേക്ക് കൊടുത്തു. പിന്നീട് അലീനെ ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പോൾ രേവതിക്കുട്ടി കോൾ എടുത്തു. ഹലോ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും രേവതിക്കുട്ടിക്ക് മനസ്സിലായ അലീനയെന്ന്. ചേച്ചിയാണോ? ഇത് ഏത് നമ്പരാ? അതൊക്കെ പറയാമെന്ന് പറഞ്ഞ് അലീന പതുക്കെ ആ ബാൽക്കണിയിലേക്ക് ഇറങ്ങി. അല്ല, നിനക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും രേവതിക്കുട്ടി പറഞ്ഞു, എനിക്ക് നല്ല വിശേഷമാണ്, ചേച്ചിക്കൊന്ന് വിളിക്കാൻ പോലും തോന്നിയില്ലോ. ഞാനാണെങ്കിലോ മുത്തശ്ശിയുടെ നമ്പറിലേക്ക് വിളിച്ചു. മുത്തശ്ശി പറഞ്ഞു ഞാൻ കൊല്ലപ്പള്ളി വീട്ടിലാന്നൊക്കെ പറഞ്ഞു. അതെ, മുത്തശ്ശി പോയെന്ന് പറയണം. എന്ത് പറ്റി ചേച്ചി? അതൊക്കെ ഒരു വലിയ സംഭവം, അതൊക്കെ പിന്നെ പറയാം. ഇതേ ബാലേന്ദ്ര സാറിൻ്റെ ഫോണാ. അങ്ങനെ ചുമ്മാ നമുക്ക് കൊതിയെന്നുണയും പറയാനുള്ളതല്ല, സീരിയസ് ഫോണാ. സീരിയസ് ഫോണോ? ഫോണിനും അങ്ങനെയുണ്ടോ സീരിയസ് ഫോണെന്നൊക്കെ? ഒന്ന് പോടി അവിടുന്ന് കൊഞ്ചാന്ന് പറഞ്ഞു. ഈ സമയത്ത് രേവതിക്കുട്ടി പറഞ്ഞു, എന്നാലും ചേച്ചി എൻ്റെ വിശേഷങ്ങളൊന്നും കൂടുതലായിട്ട് ചോദിച്ചില്ല. പറ, നിന്റെ വിശേഷം ചോദിച്ചിരിക്കുന്നു. അതെ, ഇപ്പം ഞാൻ പഴയ ആളല്ല, പഴയ രേവതിക്കുട്ടിയല്ല. ആള് മാറിയോ? ഒന്ന് പോയി ചേച്ചി അവിടുന്ന്. അതല്ല, പിന്നെയോ ഞാനിപ്പോൾ കോളേജ് കുമാരിയോ? അതെ, ഞാൻ ഡെയിലി കോളേജിൽ പോകുന്നുണ്ട്, എന്നെ കോളേജിൽ ചേർത്തെന്ന് പറയണം. ആഹാ, അത് കൊള്ളാലോ, സൂപ്പർ ആയിട്ടുണ്ടല്ലോ, ഇതൊക്കെ എങ്ങനെ സാധിച്ചെടുക്കുന്നു? പിന്നെ ഈ രേവതിക്കുട്ടി ആരാന്നാ വിചാരിച്ചോണ്ടിരിക്കണേ? ഇപ്പം മനസ്സിലായില്ലേ രേവതിക്കുട്ടി ആരാ, എന്താ, ഏതാന്നൊക്കെ? അത് കേട്ടുകഴിഞ്ഞപ്പോൾ അലീന പറഞ്ഞു, കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. അല്ല അലീന ചേച്ചി അവിടെ തിരികെ വന്നതിന് ശേഷം കാലാവസ്ഥ എങ്ങനെയുണ്ട്? മുകളില് അപ്സ്റ്റെയർ കുഴപ്പമില്ല,
ശീതോഷ്ണ മേഖലയാണ്. പക്ഷെ താഴെ അങ്ങനെയല്ല, ഇടിയും കാറും മേഘവും മിന്നലും എല്ലാം ഉണ്ട്. ആകെപ്പാടെ പ്രശ്നമാണ്. എപ്പോഴാണ് ഏത് സമയത്താണ് പൊട്ടിത്തെറിക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയണ. അത് കേട്ടപ്പോൾ രേവതിക്കുട്ടി പറഞ്ഞു, ചേച്ചി സൂക്ഷിക്കണം, എനിക്കാണ് നല്ല പേടിയുണ്ടായിരുന്നു. ചേച്ചിയെ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ചങ്കൊന്നും ഇടിച്ചായിരുന്നു. പിന്നെയാണ് ഒരു സമാധാനമായത്. സാരമില്ല, എന്നാൽ ശരി, ഞാൻ വെച്ചോട്ടെ. ദേ ഞാൻ പറഞ്ഞല്ലോ, ഈ ഫോണേ ഇച്ചിരി സീരിയസ് ഫോണായതുകൊണ്ട് ഇപ്പം തന്നെ വെക്കുക എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി വന്നു. പിന്നീട് രേവതിക്കുട്ടി പറഞ്ഞു, ഒരു കാര്യം കൂടെ ഉണ്ട്. അതെ, കാര്യമില്ലെങ്കിൽ നീ ചുമ്മാ ഇതിനകത്തേക്ക് വിളിച്ചേക്കല്ലോ കേട്ടോ, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ വിളിക്കാവുള്ളൂ. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ ചോദിച്ചു, അല്ല നിനക്ക് ഫോണില്ലേ അല്ലേന്ന് ചോദിക്കണം. എനിക്ക് മുത്തശ്ശിയുടെ ഒരു ഫോണായിരുന്നു, മുത്തശ്ശിയുടെ ഫോണിൽ നിന്നായിരുന്നു ഞാൻ വിളിച്ചുകൊണ്ടിരുന്നേ. മുത്തശ്ശി പോയതോടുകൂടി ഇല്ലാന്ന് പറയണ. അല്ല, ഒരു ഫോണൊക്കെ വേണ്ടേ, നിനക്ക് കിട്ടുന്ന ശമ്പളമൊക്കെ നീ എന്ത് ചെയ്യുക? അല്ല അത് പിന്നെ എന്നാൽ പിന്നെ ഒരു ഫോൺ മേടിച്ചുകൂടെ? മേടിക്കണം, 1500. അതെ, 1500 അത് തന്നെ ധാരാളമെന്ന് അലീന പറഞ്ഞു. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ കൃഷ്ണമോളും ബാലേന്ദ്രനും കൂടെ പുറത്ത് പോയിട്ട് വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അലീന പോയി കഥ തുറന്നു. ആ സമയം കൃഷ്ണമോൾ പറഞ്ഞു, അതേ ഒരു സർപ്രൈസ് ഉണ്ട് അലീന ചേച്ചിക്ക്. സർപ്രൈസോ? എന്ത്? അത് അച്ഛൻ്റെ കയ്യിലുണ്ടെന്ന് പറയണ. എന്താ കാര്യം പറ, അതൊക്കെ അച്ഛൻ തരുമെന്ന് പറയണ. അങ്ങനെ ബാലേന്ദ്രൻ അവിടെ വന്നിരുന്നു. പിന്നീട് ബാഗിനകത്തുനിന്ന് ഒരു കവർ എടുത്തു കൊടുത്തു. അല്ല ഇതെന്താ അച്ഛാ എന്ന് ചോദിക്കണം. തുറന്നു നോക്ക് എന്ന് പറയണ. അലീനെ തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഫോണ്. ഓഹോ, അപ്പൊ ഇതിന് വേണ്ടിയിട്ടായിരുന്നു അച്ഛനും മോളും കൂടെ കള്ളത്തരം പറഞ്ഞ് ചെക്കപ്പിനാന്നും പറഞ്ഞ് പോയതല്ലേന്ന് ചോദിക്കണം. ആ സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു, അതൊന്ന് തുറന്നു നോക്കാൻ പറയണം. ഈ സമയത്ത് അലീനയ്ക്ക് അത് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, എങ്ങനെ തുറക്കണ്ടേന്ന് അറിയില്ല. അപ്പോഴേക്കും കൃഷ്ണൻപിള്ള പറഞ്ഞു, ആഹാ തുറക്കാൻ പോലും അറിയില്ലല്ലേന്ന് ചോദിക്കുകയാണ്. അങ്ങനെ തുറന്നു കാണിച്ചു. ആ സമയം ബാലേന്ദ്രൻ ചോദിച്ചു, ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്കുക. പിന്നല്ലാതെ, എൻ്റെ പൊന്നച്ഛൻ വാങ്ങി തന്നല്ലേ, അപ്പൊ പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കോ? എനിക്കിത് പൊന്നു പോലെയാ, എനിക്ക് കിട്ടിയൊരു നിധിയാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കൃഷ്ണമോൾ പറഞ്ഞു, ആഹാ ചേച്ചി ആള് കൊള്ളാലോ, നീ ഒന്ന് പോടി കുഞ്ഞമ്മണി എന്ന് പറഞ്ഞു. അങ്ങനെ ഫോണൊക്കെ നോക്കി കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രനോട് ചോദിച്ചു, അല്ല അച്ഛൻ ചെക്കപ്പിന് പോയാ? സത്യമാണോ പറഞ്ഞേ? ഞാൻ ചെക്കപ്പിന് പോയി. എന്നിട്ട് എന്ത് പറഞ്ഞു ഡോക്ടർ? അത് പിന്നെ കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യണം, മെഡിസിൻ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യണം. ആ സമയം കൃഷ്ണമോൾ പറഞ്ഞു, പിന്നൊരു കാര്യം കൂടെ ഡോക്ടർ പറഞ്ഞു. എന്താ? ഒരു മെഡിസിൻ്റെ കാര്യം പറഞ്ഞു, പക്ഷേ അത് ഇവിടെ കിട്ടത്തില്ല എന്ന് പറയണം. ഇവിടെ കിട്ടത്തില്ലേ? അയ്യോ പിന്നെ അത് എവിടെ കിട്ടുന്നേ? അത് എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ പണം എത്ര രൂപ കൊടുത്താലും ഇത് കിട്ടാൻ പോകുന്നില്ല. പൈസ കൊടുത്തത് കിട്ടാത്ത മെഡിസിൻ ഉണ്ടോ? ഉണ്ട്. അതെന്ത് മെഡിസിനാ? അതാണ് മനസ്സമാധാനം. അത് ഈ കുടുംബത്തിലില്ലല്ലോ, അതുകൊണ്ട് അത് കിട്ടത്തില്ല എന്ന് പറഞ്ഞ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം അലീനയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. പിന്നീട് കൃഷ്ണമോൾ പറഞ്ഞു, അത് മാത്രമല്ല വേറൊരു കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത്? ഒഴിവാക്കണമെന്നോ? ഓ, കൊഴുപ്പോ വറുത്ത പൊരിച്ചൊക്കെ ആയിരിക്കും അല്ലേ? അതൊന്നുമല്ല. പിന്നെയോ? ടെൻഷൻ ഒഴിവാക്കണം എന്നും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ തലയിലേക്ക് പോയി ഒരു തട്ട് കൊടുക്കുകയാണ് കൃഷ്ണമോള്. ഒന്ന് പോടി അവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ കൃഷ്ണമോളുടെ ചെവിക്ക് പിടിച്ചു. ആ സമയത്ത് ബാലേന്ദ്രൻ ചോദിച്ചു, അല്ലേ എങ്ങനെയാ ഞാൻ രക്ഷപ്പെടുമോ മോളേന്ന് ചോദിക്കും അലീനയോട്. നമുക്കതൊക്കെ ശരിയാക്കി എടുക്കാന്നേ, നമുക്ക് ട്രൈ ചെയ്യാന്ന് പറയണം. അപ്പോഴേക്കും കൃഷ്ണമോൾ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാനും അലീന ചേച്ചി ഇടയ്ക്കിടയ്ക്ക് കുറെ മനസ്സമാധാനമായിട്ട് അങ്ങോട്ട് കയറി വരും. അപ്പൊ അച്ഛൻ എന്ത് ചെയ്യണം? അച്ഛൻ്റെ കയ്യിലിരിക്കുന്ന ടെൻഷനൊക്കെ കുറേശ്ശെ ഓരോ പീസാക്കി ഞങ്ങളുടെ കയ്യിലേക്ക് തന്നു വിടണം. അതൊക്കെ ഞങ്ങൾ എവിടെയെങ്കിലും കൊണ്ടേ കളഞ്ഞോളാം. എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഐഡിയ? അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ ചിരിച്ചു. കൊള്ളാലെ രണ്ടുപേരും കൂടെ എന്നും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രന് അങ്ങോട്ട് എഴുന്നേക്കുവാണ്. പിന്നീട് അലീനയോട് പറഞ്ഞു, ഇനി എന്താണെങ്കിലും അധികം വൈകാതെ ഇവിടെ ഒരു മൂന്നാം ലോകമഹായുദ്ധം പ്രതീക്ഷിക്കാന്ന് പറയണേ. മൂന്നാം ലോകമഹായുദ്ധം? അതെന്താ? അല്ല ഒന്നും രണ്ടും ഒക്കെ കഴിഞ്ഞല്ലോ, ഇനിയിപ്പം വരാൻ പോകുന്ന മൂന്നാം ലോക മഹായുദ്ധം. രണ്ടാം ലോക മഹായുദ്ധത്തിൽ നിന്നെ അടിച്ചിറക്കി വിട്ടല്ലോ, ഞാൻ വന്ന് വിളിച്ചുകൊണ്ട് വരികയും ചെയ്തു. ഇനിയിപ്പം മൂന്നാമത് വൈജയുടെ വീട്ടുകാരൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അവരെല്ലാവരും കൂടെ വന്ന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. തയ്യാറായിട്ടിരുന്നു. കൃഷ്ണമോള് പറഞ്ഞു, ആരൊക്കെ വന്ന് പറഞ്ഞാലും ശരി, അങ്ങനെ വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല. അച്ഛാ നമുക്ക് സ്ട്രോങ് ആയിട്ട് എതിർക്കണമെന്ന് പറയണം. മഹായുദ്ധമായിട്ട് എല്ലാം കൂടി ഇങ്ങോട്ട് വരട്ടെ, എന്താ ചെയ്യേണ്ടത് നമുക്ക് കാണിച്ചു കൊടുക്കാന്നൊക്കെ കൃഷ്ണമോളും പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ കൃഷ്ണമോളും അലീനയും കൂടെ ബാലേന്ദ്രൻ്റെ മുറിയിലേക്ക് കയറി വരികയാണ്. ആ സമയത്ത് കൃഷ്ണമോള് പറഞ്ഞു, അച്ഛാ ഒരു കാര്യമുണ്ട്. എന്താ? അലീന ചേച്ചിക്ക് എറണാകുളത്തിന് പോകണമെന്നോ? അതെന്തിനിപ്പോൾ എറണാകുളത്തിന് പോണേ? അതിൻ്റെ ആവശ്യം എന്താ? ഇങ്ങോട്ട് കയറി വരാൻ പറയണ. അങ്ങനെ അലീനയും കൃഷ്ണയും കൂടെ അകത്തേക്ക് കയറി. അത് പിന്നെ അച്ഛാ ഒരു കാര്യമുണ്ട്. എന്താ? ഞാൻ അവളോട് സംസാരിച്ചിട്ട് കുറേ ദിവസമായല്ലോ. സംസാരിച്ചിട്ട് കുറേ ദിവസം ആയിരുന്നോ? അപ്പം എൻ്റെ ഫോൺ മേടിച്ച് നീ വിളിച്ചോ? അത് പിന്നെ അധികം ഒന്നും സംസാരിച്ചില്ല, അച്ഛൻ്റെ ഫോണിൽ നിന്നായതുകൊണ്ട്. അതിനല്ലേ നിനക്ക് ഫോൺ വാങ്ങി തന്നിരിക്കുന്നത്. പിന്നെന്താ? അത് പിന്നെ എന്നാലും അച്ഛാ ഒന്ന് കാണാനായിട്ട്. ഓ
അങ്ങനെ അതൊന്നും അല്ലല്ലോ, എന്തോ ഒരു കുണിഷ്ടമുണ്ടല്ലോ, സത്യം പറ. രണ്ടുപേരും കൂടെ എന്താ ഒരു പ്ലാനുമായിട്ട് വന്നിരിക്കുന്നത്? അപ്പോഴേക്കും കൃഷ്ണ പറഞ്ഞു, അത് പിന്നെ അലീനി ചേച്ചി പോകുന്നതോടൊപ്പം ഞാനും കൂടെ പോയിക്കോട്ടെ എന്ന്, ഞാനും കൂടെ പോയിട്ട് വരാമെന്ന്. അലീനി ചേച്ചിയോടൊപ്പം എറണാകുളത്ത് ഒരു കൂട്ടിനായിട്ട്. ഓഹോ, അങ്ങനെ വരട്ടെ. ഇടി, നിനക്ക് എത്ര ക്ലാസ് മിസ്സായെന്നറിയാവോ? വല്ലതും 2 ലക്ഷം പോയിരുന്ന് പഠിക്കാൻ നോക്ക്. അത് പിന്നെ അച്ഛാ, ക്ലാസ് മിസ്സാതെ ഞാൻ പൊക്കോളാം. ഒരു ഫ്രൈഡേ ഈവനിങ് പോയിട്ട് സൺഡേ ഈവനിങ് വന്നോളാന്ന് പറയണം. സൺഡേ ഈവനിങ് വന്നോളാൻ പോലും നെക്സ്റ്റ് വീക്ക് നിനക്ക് എക്സാം അല്ലേ? എന്നിട്ടാണോടി നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കണേ? മര്യാദയ്ക്ക് പോയിരുന്ന് പഠിക്കാൻ നോക്ക്. ആ കട്ട് ചെയ്ത ക്ലാസ് ഒക്കെ ഉണ്ടല്ലോ, ആ ദിവസത്തെയൊക്കെ പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ നോക്കും. എനിക്കറിയായിരുന്നു അല്ലെങ്കിലും അച്ഛൻ എന്നെ വിടത്തില്ല എന്ന്. ഞാൻ ചുമ്മാ ഒന്ന് പരീക്ഷ നോക്കിയതാ. അതെ, അങ്ങനെയാണെങ്കിലേ ഈ പരീക്ഷ ഞാൻ അങ്ങ് തോറ്റുപോയി. ഇത് കേട്ട് കഴിഞ്ഞപ്പം കൃഷ്ണമോൾക്ക് ഭയങ്കര വിഷമമായി. കൃഷ്ണമോള് അലീനയോട് പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ല അച്ഛൻ സമ്മതിക്കില്ല എന്ന്. ചില സമയത്ത് ഈ അച്ഛൻ ഭയങ്കര മുരടന എന്നൊക്കെ പറഞ്ഞു. ആ സമയം അലീനയോട് ചോദിച്ചു, അല്ല ഫോൺ എന്ത് ചെയ്തു? അത് ചാർജ് കുത്തിയിട്ടിരിക്കുക. ശരിയെന്ന് പറയണം. അങ്ങനെ കൃഷ്ണമോൾ അങ്ങോട്ട് പോകാൻ തിരിഞ്ഞു. ആ സമയത്ത് അലീന ചോദിച്ചു, അല്ല എറണാകുളത്തിന് പോകുന്ന കാര്യം? അപ്പോഴേക്കും ബാലേന്ദ്രൻ നോക്കിയിട്ട് പറഞ്ഞു, പോയിട്ട് പോരെ, പോകുന്നതിന് ഒരു ദിവസം മുമ്പ് പറയണം എന്താ തിരിച്ചു വരുന്നതെന്ന്. ശരിയെന്ന് പറയണം. അങ്ങനെ സന്തോഷത്തോടുകൂടി കൃഷ്ണമോളും അലീനയും കൂടെ ഇറങ്ങിപ്പോയി. അതേസമയം കമല ശിവശങ്കരനെ വിളിച്ചു. ശിവശങ്കരനെ വിളിച്ചിട്ട് ചോദിച്ചു, ശിവേട്ടൻ എന്നാ ഇങ്ങോട്ടേക്ക് വരുന്നത്? കമലെ, അങ്ങനെ പെട്ടെന്ന് വരാൻ പറ്റുന്ന കാര്യമാണോ? ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഇതാവണ്ടേ? ഓടി ഓടി വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ദേ ശിവേട്ട, കാര്യത്തിന് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. അല്ല വൈജയെ വിളിക്കുകയോ മറ്റോ ചെയ്തോ? വിളിക്കുകയൊക്കെ ചെയ്തു. വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ബാലേന്ദ്രൻ അവളെ തലയിൽ കയറ്റി വെച്ചിരിക്കുന്ന കാര്യം. അല്ല ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണ്ടേ? ഉണ്ടാക്കണം. അല്ല അത് കേട്ടിട്ട് ശിവേട്ടനൊന്നും തോന്നിയില്ലേ? തോന്നി. അങ്ങോട്ടേക്ക് ചെന്നിട്ട് അയാളെ അവളെയും കൂടെ വലിച്ചിറക്കി നാളെ പൊട്ടിക്കാൻ തോന്നി. അല്ല പിന്നെ വൈജി എന്നോടൊരു കാര്യം പറഞ്ഞായിരുന്നു, അവിടെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ അവളും മക്കളും കൂടെ ഇങ്ങോട്ടേക്ക് വരുമെന്ന്. തറവാടൊന്നും ഭാഗം വെച്ചിട്ടില്ലോ, അവൾക്ക് ഇപ്പോഴും വീതം ഉണ്ടല്ലോ എന്നൊക്കെ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, ഓഹോ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതിപ്പോൾ അവർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നതിന് ഇപ്പം നമുക്കാണ് പ്രശ്നമല്ലേ? അതെ ശിവേട്ട, എത്രയും പെട്ടെന്ന് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കണം. ഞാൻ രാജീവിനെ ഒന്ന് വിളിക്കട്ടെ, അവനുമായിട്ട് ആലോചിച്ച് എന്താണെന്ന് വെച്ചാൽ ഉടനെ തന്നെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. പിന്നീട് അലീന ഡൈനിങ് ടേബിളിലേക്ക് അങ്ങനെ ആഹാരമൊക്കെ കൊണ്ടേ വെച്ചു. അപ്പോഴേക്കും കൃഷ്ണമോള് വന്നു. കൃഷ്ണമോള് പറഞ്ഞു, അല്ല അവരൊക്കെ കഴിച്ചില്ലല്ലോ എന്ന് പറയണം. ഇല്ല. അല്ല മോളെ വന്ന് വിളിക്കാൻ പറ്റേ ചെയ്താ? എന്നെ വിളിച്ചില്ല, എന്നോടിപ്പം മിണ്ടാൻ പോലും വരുന്നില്ല. പിന്നെ ഞാൻ പോയി വിളിക്കണോ? അങ്ങനെ പറയരുത് മോളെ, പോയി വിളിക്കണം. പോയി വിളിച്ചിട്ടോ നമ്മൾ ചെയ്യേണ്ട ജോലി നമ്മൾ കൃത്യമായിട്ട് ചെയ്യണമെന്ന് പറയണം. അങ്ങനെ കൃഷ്ണമോള് ബബിതയെ രോഹിത്തിനെ വൈജനം കൂടെ വിളിക്കാൻ ചെന്നു. രണ്ടുപേരും ഒരു മുറിയിലുണ്ടായിരുന്നു. അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞു, ദേ 3 പേരും കൂടെ ആഹാരം കഴിക്കാൻ എഴുന്നേറ്റ് വാ. ആഹാരം ഡൈനിങ് ടേബിളെ കൊണ്ടേ വെച്ചിട്ടുണ്ടെന്ന് പറയണം. അപ്പോഴേക്കും വൈജ പറഞ്ഞു, എൻ്റെ പട്ടിക്ക് വേണം അവളുണ്ടാക്കുന്ന ആഹാരം, അതിൻ്റെ ആവശ്യം എനിക്കില്ലാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം കൃഷ്ണമോള് പറഞ്ഞു, അതെ കഴക്കൂട്ടത്തുനിന്ന് സാധനം കൊണ്ടുവന്ന് വെച്ചുണ്ടാക്കിയതൊന്നും അല്ല, അച്ഛൻ മേടിച്ച സാധനം അത് വെച്ചുണ്ടാക്കിയത് അലേനി ചേച്ചി. അതിനോട് ദേഷ്യം കാണിക്കേണ്ട കാര്യമില്ല. അപ്പോഴേക്കും വൈജയന്തി പറഞ്ഞു, ആ മൂദേവി ഉണ്ടാക്കിയ ആഹാരമൊന്നും എനിക്ക് വേണ്ട. അമ്മ എന്ത് വർത്താനമ്മ പറയണേ എന്ന് കൃഷ്ണമോള് ചോദിച്ചു. കുറച്ചുകൂടെ ഡിഗ്നിറ്റിയോട് സംസാരിക്കുക, അമ്മ ഇത്തിരി തരം താഴാൻ പാടില്ല. ഒന്നുമല്ലേ അമ്മ ഒരു ജോലിക്കാരിയല്ലേ. അത് കേട്ടപ്പോൾ വൈജയന്തി ദേഷ്യപ്പെട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ആ സമയത്ത് രോഹിത്തിനോടും ഭവിതയോടും പറഞ്ഞു, അല്ല നിങ്ങൾക്ക് വേണ്ട ആഹാരം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും രോഹിത് പറഞ്ഞു, എനിക്ക് വേണ്ടാന്ന് പറയാം. വേണ്ടെങ്കിൽ വേണ്ട, അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, ആർക്ക് വേണമെങ്കിലും വന്ന് കഴിക്കാം. ഭവിതയോട് പറഞ്ഞു, ഇവിടെ ഇരുന്നിട്ടാണെങ്കിൽ പട്ടിണി ഇരിക്കത്തുള്ളെന്ന് പറയണം. ആ സമയം ഭവിത പറഞ്ഞു, ആർക്ക് വേണം? അതെ ചേച്ചി ഉണ്ടാക്കുക ആഹാരം നല്ല ആഹാരമാണ്, നല്ല രുചിയുണ്ട്, നല്ല കൈപ്പുണ്യമാണ്. അതെ നീ അവളുടെ കൈപ്പുണ്യം അങ്ങോട്ട് ആസ്വദിച്ചാൽ മതി, ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയണം. അതെ ചേച്ചിയുടെ കൈപ്പുണ്യം ആസ്വദിക്കാനുള്ള ഭാഗ്യം എനിക്ക് നേരത്തെ ഉണ്ടായി, പക്ഷേ നിങ്ങൾക്കത് ഉണ്ടായിട്ടില്ലെന്ന് പറയണം. അപ്പോഴേക്കും ഭവിത പറഞ്ഞു, നീ കൂടുതൽ അങ്ങോട്ട് പൊടുത്തണ്ടെന്ന് പറയണം. ഞാൻ പുകഴ്ത്തും, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാൻ പോയി കഴിക്കുക തന്നെ ചെയ്യും. പിന്നെ വിളിക്കണമല്ലോ, അതിൻ്റെ മര്യാദയ്ക്ക് ഞാൻ വന്ന് വിളിച്ചാന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.